ഷൈജു എസ് സാറാണോ? അതെല്ലോ. ആ ഓക്കെ. കോൾ ട്രെയിനിങ് ആൻഡ് ക്വാളിറ്റി പർപ്പസിനാണ് റെക്കോർഡ് ചെയ്യുന്നതായിട്ടും സാർ ബജാജിൽ ഒരു 2 വീലർ എടുത്തിട്ടില്ലേ? ആ അതുകൊണ്ട് സാറിനൊരു പേഴ്സണൽ ലോൺ ഓഫർ വരുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി പറയാനായിരുന്നു കോൺടാക്ട് ചെയ്തത്. സാർ വേറെ ആരെയും കോൺടാക്ട് ചെയ്തിരുന്നോ? പറഞ്ഞോ പറഞ്ഞോ എന്നാ സാർ? പറഞ്ഞോളൂ. ആ ഓക്കെ. 40,000 രൂപയാണ് ലോൺ എമൗണ്ട് ആയിട്ട് വരുന്നത്. 39 മാസമാണ് അതിന്റെ കാലാവധി വരുന്നത്. ആ 2.75 മന്ത്ലി ഇൻട്രസ്റ്റ്. 1928 രൂപയാണ് അതിന്റെ EMI വരുന്നത്. 1928? ആ അതെ. 1928 വെച്ച് എത്ര മാസം അടക്കണം? 39 മാസമാണ് അതിന്റെ കാലാവധി വരുന്നത്. 39 മാസം അല്ലയോ? ആ അതെ. 39. എത്ര രൂപ നമ്മുടെ കൈ കിട്ടും? ആ എമൗണ്ട് തന്നെ സാറിന് പറഞ്ഞ എമൗണ്ടിന് 1 രൂപ പോലും കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ രൂപ തന്നെ സാറിന് കിട്ടും. ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് പാസ്ബുക്കും മിനിമം ഈ ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ടെങ്കിൽ 24 മണിക്കൂറിനും സാർ അക്കൗണ്ടിൽ ഈ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആവും. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഈ എമൗണ്ട് നമ്മുടെ കയ്യിൽ തിരിച്ചടക്കുമ്പോൾ എത്ര രൂപ ആവും? അതായത് 40,000 രൂപയാണ് കിട്ടുന്നത്. 1928 39 മാസമാണ് വരുന്നത്. ആ ഒരു 39 മാസം ഫോളോ ചെയ്ത് പോകുന്നതാണെങ്കിൽ സാറിന് കുറച്ച് വലിയൊരു എമൗണ്ട് ആയിട്ടാണ് വരൂ. അങ്ങനെ അല്ലാതെ സാറിന് ഒരു പെട്ടെന്ന് എപ്പോഴെങ്കിലും ക്യാഷൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ ആകുമ്പോൾ സാറിന് അത്ര വലിയ ഒരു 3 EMI ഒരുമിച്ച് അടക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. വർഷത്തിൽ 6 പ്രാവശ്യം അങ്ങനെ അടക്കുമ്പോൾ സാറിന് അത്ര വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളും വരില്ല. ഇതിപ്പോൾ 39 മാസം അടക്കുമ്പോൾ വരുന്ന എമൗണ്ട് ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ 39 മാസം എന്ന് പറയുമ്പോഴത്തേക്കിന് എത്ര വർഷം വരും? 3 വർഷം? 3 വർഷം 75ന്റെ അടുത്ത് എത്തും സാർ. 75,000 രൂപ. നമ്മൾ മേടിക്കുന്നത് 40,000 രൂപ. അപ്പോൾ നിങ്ങളെ ഇൻട്രസ്റ്റ് ആണോ ഈ 35,000 രൂപ എന്ന് പറയുന്നത്? അപ്പം മേടിച്ചതിന്റെ ഇരട്ടി പൈസയാ. ടോട്ടൽ എമൗണ്ട് ആണ് 75 വരുന്നത് സാർ. അപ്പൊ അത് ഏത് മാനദണ്ഡത്തിലാണ് ഈ ഒരു ഇൻട്രസ്റ്റ് വരുന്നത്? അതായത് സാറിന് മാസത്തിൽ 2.75 എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ലേ? അങ്ങനെ കണക്ക് കൂട്ടിയെന്ന് പറഞ്ഞേ എത്ര വരുമെന്ന്? അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ എന്ന് വെച്ചാൽ സാറിന് ഒരു ഈ ഒരു മുതലിൽ നിന്ന് ആ ഒരു 2.75 സാറിന് ആ ഒരു എമൗണ്ട് കട്ട് ചെയ്തിട്ടാണ് പോവുക. ഈ മന്ത്ലി ആണോ നിങ്ങൾ ഈ പറയുന്നത്, വർഷത്തിലാണോ പറയുന്നത്? മന്ത്ലിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ മന്ത്ലി മുമ്പ് ആദ്യം പറഞ്ഞത് വർഷത്തിൽ നിന്നാണല്ലോ. ഞാൻ പറഞ്ഞതോ? വാർഷിക ആനുപാതികത്തിലാണ് 2 പോയിന്റ് എന്ന് പറഞ്ഞത്. മന്ത്ലി 2.75 വരുന്നത്. മന്ത്ലി 1928 രൂപയാണ് EMI വരുന്നത്. സാറിന് അങ്ങനെ 39 മാസം അടക്കുന്നില്ല, എനിക്ക് എപ്പോഴെങ്കിലും പെട്ടെന്ന് ക്യാഷ് വന്ന് ഒരു വേഗം അടക്കുന്ന അങ്ങനെയാണെങ്കിലാണ് ഞാൻ പറയുന്നത് വർഷത്തിൽ 6 ടൈംസ് 6 പ്രാവശ്യം 3 EMI അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് സാർ. അതായിരിക്കും അങ്ങനെ അടച്ചാൽ അങ്ങനെ ഇൻ കേസ് നമുക്ക് ഒരു മാസം മുടങ്ങി പോവുകയാണെങ്കിൽ എത്ര രൂപ വരും? ഒരു ബൗൺസിങ് ചാർജ് എത്ര രൂപയാ? അതായത് 1 മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞതാണ്. 500 സാർ വരുവാ. 500. അതിന് എക്സ്ട്രാ ചാർജ് വരുന്നതോ? ചാർജാണ് വരുന്നത് 500 വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 75 എന്ന് പറയുന്നത് അതിന് മേളിൽ പോത്തില്ലേ? ഈ 75,000 രൂപ എന്ന് പറയുന്നത് നമ്മൾ 3 മാസം 3 വർഷത്തിലേക്ക് അടയ്ക്കുമ്പോഴത്തേക്കിന് നല്ലൊരു തുക. ആകെ എടുക്കുന്നത് 40,000 രൂപ. ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ? ഇതിനെക്കാട്ടി നല്ലത് ഒരു ബ്ലേഡ് കൊണ്ട് ആൾക്കാരുടെ കഴുത്തിറക്കുന്നതല്ലേ? അല്ല സാർ, അങ്ങനെയല്ല പറഞ്ഞത്. സാറിന് ഈ ഒരു എമൗണ്ട് 39 മാസം ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നത്. മനസ്സിലായി? 75,000 രൂപ. നമ്മളിപ്പോ SBI ഇപ്പൊ നമ്മളെ എന്താ പറയുന്ന ഒരു സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാന്ന് വിചാരിച്ചോ, 40,000 രൂപ. അതില് പോലും ഇത്രയും പലിശ വരത്തില്ലല്ലോ. നിങ്ങളുടെ പലിശ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണല്ലോ. ഇപ്പൊ നമുക്ക് സാംസങ്ങിന്റെ ഒരു ഫിനാൻസ് ഉണ്ട്. അതിൽ ഞാൻ എടുത്തേക്കുന്ന 50,000 രൂപയാണെങ്കിൽ എടുത്തേക്കുന്നത് 18 മാസത്തേക്ക്. അത് അടച്ചു തീരുമ്പോൾ നമുക്ക് 55,000 രൂപ വരത്തുള്ളൂ. 5,000 രൂപ അധികം. നിങ്ങൾ അങ്ങനെയൊക്കെ മേടിക്കും, ഒരു 5 10 ഒക്കെ മേടിക്കും. ഇതെന്തുവാ ഇത്? ഇങ്ങനെ ആളുകളെ കൊല്ലുന്നതിന് വേണ്ടിയാണ് വിളിച്ച് ആൾക്കാരെ കെണിയിൽ പെടുത്തുന്നത്. അങ്ങനെയല്ല സാർ. അതായത് ഈ ഒരു ഓഫറിനെ പറ്റി പറഞ്ഞാൽ 39 മാസം അല്ലാതെ ഇത് ഓഫർ അല്ലല്ലോ. ഇത് ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയാണല്ലോ വിളിക്കുന്നത്. അങ്ങനെയല്ല സാർ. പറയുന്നത് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ 40,000 രൂപ വന്നിട്ട് നമ്മൾ 75,000 രൂപ തിരിച്ചടയ്ക്കുമ്പോ അതിനകത്ത് എന്തോ ഓഫറാ ഉള്ളത്? അതായത് സാറിന് 24 മണിക്കൂറിനകം എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നുണ്ട്.
അതുപോലെ തന്നെ ബാങ്ക് 24 മണിക്കൂറിനകം എമൗണ്ട് ക്രെഡിറ്റ് ആകുന്നുണ്ട് മിനിമം ഈ ഒരു ചെറിയൊരു ഡോക്യുമെന്റ് വെച്ചിട്ട്. അത് എല്ലാത്തിലും ഉണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സാംസങ്ങിന്റെ ഫിനാൻസ് ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എടുത്ത് ഞാൻ അപ്ലൈ പോലും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അവരുടെ ഫിനാൻസ് ഓൾറെഡി എടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഡോക്യുമെന്റേഷൻ ഓൾറെഡി ഒരു 15 മിനിറ്റുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആകും. 24 മണിക്കൂർ വേണ്ട അവർക്ക്. അതെയോ സാർ, സാറിന് താല്പര്യമില്ലേ ലോൺ എടുക്കാൻ? അല്ല, ഇങ്ങോട്ട് വിളിച്ചിട്ട് ഓഫർ ആണെന്നും പറഞ്ഞിട്ട് ഒരു കുഴിയിലേക്ക് ചാടിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്നാണ് മനസ്സിലാവാത്തത്. അല്ല സാറ്, താല്പര്യം ഉണ്ടെങ്കിൽ സാറ് ലോൺ എടുക്കുക, അല്ലെങ്കിൽ സാറിന് താല്പര്യം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. സാറിന് നെക്സ്റ്റ് വേറെ ഈ ഒരു ഓഫർ കുറച്ച് കാലം ഉണ്ടാവും. ഇത് ഓഫർ എന്ന് പറയല്ലേ? അല്ല മേഡം, ഓഫർ എന്ന് പറയരുത് ഒരിക്കലും. ഇത് ഓഫർ അല്ല. ഓഫർ എന്ന് പറയുന്നത് 5000 രൂപയുടെ സാധനം നമുക്ക് ഒരു 2000 രൂപ കുറച്ച് കൊടുക്കാം. അതൊരു ഓഫറാണ്. അല്ലെങ്കിൽ 40,000 രൂപ നിങ്ങൾ തന്നിട്ട് ഒരു 3 വർഷത്തേക്ക് 5000 രൂപ കൂട്ടി 45,000 രൂപ അതിനൊരു ഇൻട്രസ്റ്റ് ഇട്ടിട്ട് മേടിക്കാം. അതും ഓഫറാണ്. ഇത് ഓഫറല്ല, ഇത് കൊലപാതകം. സാർ കോൾ കട്ട് ചെയ്താൽ റേറ്റ് മെസ്സേജ് വരും. 1 to 5 റേറ്റ് 1 years + 5 years.